പ്രശാന്തട്ട, ഇസ്രായേൽ എംബസികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ഇസ്രായേൽ എംബസികൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പേജർ ഒക്കെ പൊട്ടിത്തെറിച്ചു, വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഒരു അഡീഷണൽ അധികം ഒരു സുരക്ഷാ മുൻകരുതൽ എടുക്കണം എന്ന ചിന്ത ഇപ്പോൾ ഇസ്രായേലിനുണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ അല്ല ഇത് പറഞ്ഞേക്കുന്നത്. ലോകത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ എംബസികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാത് രാജ്യത്തിനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സൈന്യത്തെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ആക്രമിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് മുട്ടാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവരുടെ ഒരു ആഘാതത്തിന് തിരിച്ച് മറുപടി എന്നോണം എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം അദാസനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അല്ല, കൊന്നനെ കിട്ടിയില്ല കിട്ടുന്നതിനെ തട്ടുക എന്നുള്ളൊരു പരിപാടിയാണല്ലോ ഇവരുടെ ഒരു. അപ്പം അവരുടെ ഈ നമ്മുടെ ഈ പറയുന്ന ഓഫീസുകൾ ആക്രമിക്കുക, അവരുടെ സ്കൂളുകൾ ആക്രമിക്കുക, ആരാധനാലയങ്ങൾ ആക്രമിക്കുക എന്നുള്ള ഒരു പോളിസിയിലേക്ക് പോകും. അപ്പോൾ ഇതിനെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇസ്രായേൽ എംബസികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ $7 ബില്യൺ തലയ്ക്ക് വില പറഞ്ഞിരുന്ന ഒരു ഭീകരനെയാണ് ഈ നമ്മുടെ US തലയ്ക്ക് വില പറഞ്ഞു വരുന്ന ഒരു സൈനികനാണ്. വലിയ ഭീകരനായിരുന്നു അയാൾ. ഈ ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നില്ല, അയാളെയാണല്ലോ കഴിഞ്ഞ ദിവസം കൊന്നത്. അയാൾ നേരത്തെ എംബസി ആക്രമിച്ചിട്ടുണ്ട്. ലെവലിലെ എംബസി ആക്രമിച്ച് ആദ്യം ഒരു 63 വരെ കൊന്നു. അതിന് 80-ലാന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ഇതുപോലെ എംബസി മറൈൻ ക്യാമ്പിന് നേരെ, അമേരിക്കൻ മറൈൻ ക്യാമ്പിന് നേരെ ഒരു ആക്രമണം നടത്തി 241 പേരെ കൊന്നിട്ടുണ്ട്. ആ കാരണം വെച്ചാണ് അമേരിക്ക ഇയാളെ വധിക്കാൻ $7 ബില്യൺ അന്നേ നൽകി പറയാം. അമേരിക്ക ഇതൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പം ഈ വിഷയം വന്നപ്പം ഈ ഇസ്രായേൽ ഇവനെവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. കാരണം ഈ ഹിസ്ബുള്ളയായിട്ടുള്ള ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ഒക്ടോബർ 7-ന് അന്ന് ഹമാസ് ചെയ്തതുപോലെ വീണ്ടും ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്ന ഒരാളാണ് ഈ പറയുന്ന ഭീകരൻ. ഇയാൾ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പേജർ വാക്കി ടോക്കി ആക്രമണത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഇസ്രായേലിലേക്ക് കടന്നു കയറി. അന്ന് ഇസ്രായേൽ കടന്നു കയറി ഇപ്പൊ തന്നെ ബന്ദികളെ വെച്ചിരിക്കുന്ന ഈ ആക്രമണത്തിന് കാരണം അന്നത്തെ കടന്നു കയറ്റവും അവിടുത്തെ ഈ ഇസ്രായേലുകാരെ വധിച്ചു തോന്നല്ലോ. അതുപോലെ ഒരു ആക്രമണം വീണ്ടും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടതുപോലെ ആക്രമണം തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇയാൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അത് ഈ പേജർ ആക്രമണത്തിന് ശേഷം അത് വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് വേറെ ഒരു 10 കമാൻഡോസിനെ എല്ലാം വിളിച്ചിട്ട് അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീക്കൊണ്ട് പോകുമ്പോഴാണ് ഇസ്രായേൽ ഒന്നും അറിയാത്തോണം അവിടെ മൊത്തം ബോംബിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞ് നമ്മുടെ സ്പോട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഇസ്രായേൽ എപ്പോഴും ചെയ്യുന്നതുള്ള കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരിയ്ക്കുന്ന സ്ഥലത്തിന് വട്ടം ബോംബിട്ടിട്ട് ഫൈറ്റർ വിമാനം കൊണ്ടുവച്ചിട്ട് ഇരുന്നിടത്തോട്ട് 2 മിസൈൽ വിട്ട് F-5 ഫൈറ്റർ വിമാനം ഉപയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. 2 ബോംബിട്ട് തീർത്തും അവർ ഉറപ്പുവരുത്തി അവനെ കൊന്നെന്നുള്ള കാര്യം. അതായത് അത്രയ്ക്ക് വലിയൊരു ഭീകരനാണ് ഇവനാണിത് ഓപ്പറേറ്റ് ചെയ്തും. ഇവൻ ഈ വീണ്ടും അവിടെ ഇസ്രായേൽ കടന്നു കയറി അവിടെ വീണ്ടും അന്ന് ഹമാസ് ചെയ്തതുപോലെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം ഈ അവർ ലീക്കായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പേജർ ആക്രമണത്തിന് ശേഷം അതിന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം, നമ്മൾക്ക് ഈ പറയുന്നത് പോലെ രക്തസാക്ഷികളാവണം നമുക്ക് എന്നുള്ള രീതിയിലുള്ള സന്ദേശവും മറ്റുമൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഇപ്പം ഈ ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അവരുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ റേഡിയോ പൊട്ടിത്തെറിച്ചു, വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു, പേജർ പൊട്ടിത്തെറിച്ചു. ഇതിന്റെ കാഷ്വാലിറ്റി വളരെ ഭീകരമാണ്. നമ്മൾ ഈ വെളിയിൽ വിടുന്നത് പോലെയല്ല, നാണക്കേട് കൊണ്ട് വെളിയിൽ വിടാത്തതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഷ്വാലിറ്റിയിലായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ അതുമായിട്ട് ഈ ശവസംസ്കാര ചടങ്ങിന് ബന്ധപ്പെട്ടപ്പോൾ ഈ പേജർ പൊട്ടിത്തെറിച്ചപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവനവന് മാത്രമാണ് സംഭവിച്ചത്. പക്ഷെ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചുറ്റും നിന്നവർക്ക് ഒരു ബോംബിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇവർ പരസ്പരം ഉള്ളൊരു ധാരണയുണ്ടല്ലോ. ഭീകരെല്ലാം ഒരേ മാനസികാവസ്ഥയിലുള്ളവരാണ്. ഇവർക്ക് പറ്റിയ ആഘാതം ലോകത്തുടനീളം IS ഉൾപ്പെടെയുള്ള അൽഖയ്ദ ഉൾപ്പെടെയുള്ള ഈ ബൊക്കോറാം ഉൾപ്പെടെയുള്ള ഭീകരർക്ക് അവർക്ക് വളരെ ക്ഷീണം തട്ടിയിട്ടുണ്ട്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഇനിയും ഏതെങ്കിലും സ്ഥലങ്ങളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഫോടനം നടത്തിയേ മതിയാവത്തുള്ളൂ. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഈ കൂലിത്തല്ലുകാരുടെ കൂട്ടും കൈവെട്ടുകാരുടെ കൂട്ടും കാലുവെട്ടുകാരുടെ കൂട്ടും ആണല്ലോ. ഈ കൂലിത്തല്ല് ആൾക്കാരെ ജോൺ അറിയാമല്ലോ. അപ്പം ഒരു ഇടയ്ക്കിടയ്ക്ക്
ചട്ടമ്പിത്തരവോ അല്ലെങ്കിൽ കവലൊരു അടിയൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ റേറ്റിംഗ് കൂടത്തില്ല, കവലച്ചട്ടമ്പികളുടെ കൂട്ടം. അങ്ങനെയാണ് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ. കാരണം അവർക്ക് അവരുടെ ആൾക്കാർ മരിക്കുന്നത് അല്ല വിഷയം, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രധാന സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാൻ കഴിയുന്നവരാണ് എന്ന് വരുത്തിയാൽ ഇവർക്ക് അവരെ ഉപയോഗിക്കേണ്ടവർക്ക് ഇവരുടെ ഇടയിലൊരു വെയിറ്റ് ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവരെ ആവശ്യപ്പെടത്തുള്ളൂ. ആ ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ടമാനം പൈസയും സംവിധാനവും ഒക്കെ കിട്ടുമല്ലോ. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം അത് തന്നെയാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ഈ പോരാളികൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. ഈ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെ ഒക്കെ ഈ നേതാക്കന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്തരം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് കോടാനുകൂടി രൂപ കൈപ്പറ്റി സുഖലോലുപമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മതത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും തലച്ചോറ് പുണ്ണാക്കി കുറെ ആൾക്കാരെ വിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. ഈ രീതിയിൽ ഇപ്പം ഈ ഒരു ആക്രമണത്തോടുകൂടി ലോകത്തുടനീളമുള്ള ഭീകര സംഘടനകൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു ടോക്ക് വന്നിട്ടുണ്ട്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം. അതിന് സാധ്യത വളരെ കൂടുതലാണ്. അത് അമേരിക്ക ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ലോകത്തുടനീളമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, സുരക്ഷ വർദ്ധിപ്പിക്കണം. ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇതൊക്കെ എവിടെയെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ ഇതുപോലെ അതാത് രാജ്യങ്ങളുടെ എംബസികൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന രാജ്യങ്ങൾ ഉള്ള എംബസികൾക്കും ഒക്കെ ഇങ്ങനെ സുരക്ഷ കൂട്ടാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് ഇസ്രായേലിനെ ഡയറക്റ്റ് ആക്രമിക്കുന്നതിന് പകരം എംബസികളിലും സ്കൂളുകളിലും അവരുടെ ആരാധനാലയങ്ങളും അവരുടെ പൗരന്മാരെയൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അവരുടെ പൗരന്മാരുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഈ ലോകത്തെമ്പാടുമുള്ള ഈ വലിയ വലിയ സ്ഥാപനങ്ങൾ മൊത്തം അവരുടെയാണ്. പണ്ട് ഇവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ ഇപ്പോഴും ലോകത്തുടനീളം നിൽപ്പുണ്ട്. അതാണ് ഈ ജൂതന്മാരുടെ ഒരു പ്രത്യേകത. പണ്ട് ഈ ജൂതന്മാരെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്ന് ജൂതവംശർ പലയിടത്തും പോയി സ്വന്തം പേരും മേൽവിലാസം വരെ മാറ്റി ജീവിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് മാറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ ജൂതന്മാർക്ക് പരസ്പരം ഇവരെ അറിയുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരിടത്ത് വായിച്ചാണ്, ഈ ജൂതന്മാർ അവർ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ എവിടെ ഒരു ജൂതനുണ്ടെങ്കിലും ജൂതവംശത്തിൽപ്പെട്ടതാണെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും, അവരുടെ ആളാണെന്ന് അറിയാൻ പറ്റും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലോകത്ത് എവിടെ ഇരുന്നാലും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ അവരുടെ ജീനിനകത്ത് പോലും ഒരു കളങ്കം ഉണ്ടാവാത്ത രീതിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനകത്ത് ഒരു ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അവരെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വളർത്തുന്നതിന് വരെ ചിട്ടയുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ജൂതന്റെ ഒരു കുഞ്ഞ് 3-4 വയസ്സായി കഴിഞ്ഞാൽ ഈ എടുത്ത് മേളിൽ നിർത്തും. നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിപ്പിക്കത്തില്ല, എന്നിട്ട് കൈ ഇങ്ങനെ കിട്ടുമ്പോൾ കുഞ്ഞും കൊണ്ട് ചാടത്തില്ലേ. ഈ ഇങ്ങനെ കൈ നീട്ടുമ്പോൾ കുഞ്ഞ് ചാടുന്ന സമയത്ത് ഈ ഒത്തിരി പൊക്കത്തില്ല, മാറിക്കളയും. അപ്പൊ കുഞ്ഞ് തറയെ വീഴും. അപ്പം അതേ രീതിയിൽ കുഞ്ഞുനാളിൽ തൊട്ട് ഇപ്പം ഇങ്ങനെ കൈ നീട്ടിയാൽ അവിടെ കാണണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ തറയിൽ വീഴാൻ സാധ്യതയുണ്ട്. ആ കരുതലോടുകൂടി അത്രയ്ക്ക് മെന്റൽ ട്രെയിനിങ്, എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും കൊടുത്താണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നതൊക്കെ അവരുടെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കത്തുള്ളൂ. അതിനകത്ത് മതവിരുദ്ധം നടത്താൻ പറ്റാത്ത ജാതീയത ജൂതന്മാർ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ, ഇവർ വലിയ ഒരു രീതിയിൽ ഇവരുടെ സിസ്റ്റം പണ്ട് തൊട്ടേ ഇവർ ചിതറിപ്പോയപ്പോഴും തന്നെയായിരുന്നു. അവരിവിടെയൊക്കെ ഉണ്ടെന്നവർ വീണ്ടും ഒന്നിച്ചു വന്നു. വീണ്ടും ആ രാജ്യത്തില്ലാത്ത വേറെ രാജ്യങ്ങളിൽ പോലും താമസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ജൂതവംശര് അമേരിക്കയിലുണ്ടല്ലോ. അമേരിക്ക എന്താ കിടന്ന് ഇസ്രായേലിനെ സഹായിക്കുന്നത്? ജൂതന്മാര് പണങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി പോലും അമേരിക്ക നശിച്ചു. റഷ്യയിലുണ്ടല്ലോ, റഷ്യയിൽ ജൂതന്മാരില്ലയോ? മിനിസ്ട്രിയിൽ എത്ര പേരുണ്ട്? പല പ്രധാനപ്പെട്ട മേഖല ലോകത്തുള്ള പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും. യുക്രൈൻ്റെ പ്രസിഡന്റ് ആരാ? ജൂതനാ. യുക്രൈൻ അറിയത്തില്ലേ? ജൂതനാ. അപ്പം ഇങ്ങനെ ലോകത്തിന്റെ പല പ്രസിഡന്റുമാരും അല്ലെ രാഷ്ട്രീയത്തിന്റെ പ്രമുഖമായിട്ടും വ്യവസായത്തിലും ഒക്കെ ഇരിക്കുന്നതല്ല ഇവര് തന്നെ. ലോകത്തിലെ ഈ കോടീശ്വരന്മാരിൽ ഏതാണ്ട് 50-നകത്ത് നോക്കുമ്പോൾ 25-30 പേര് ജൂതന്മാരാണ്. അറിയാവുന്നവര്. ഇനി അറിയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇനിയും പോട്ടെ, ജോണിന്റെ ദൈവം യേശുക്രിസ്തു ആരാ? ജൂതനാ. ഇനി ദൈവമില്ലെന്ന് പറയുന്ന കാർൽ മാർക്സ് ആരാ? ജൂതനാ. അപ്പം ഇതൊരു ഇസ്രായേൽ എന്ന് പറയുന്നതും ജൂതന്മാരെന്ന് പറയുന്നതും ലോകത്ത് അന്നും ഇന്നും ഇത്രയും ആധുനികമായിട്ടും സയൻസ് പരമായിട്ടും ഒക്കെ വന്നിടക്കും ഇവരുടെ ശക്തിയും ഇവരുടെ കഴിവും ഇത്രയും കുറച്ച് 1 കോടിക്കകത്തുള്ള ആളേ ഉള്ളൂ. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ലോകത്തുള്ള ആൾക്കാർക്ക് മൊത്തം കൂടെ വിചാരിച്ചാലും ചെയ്യാൻ പറ്റുന്നില്ല.
ഒരു അമാനുഷിക ശക്തിയും അല്ലെങ്കിൽ ഒരു പരിവേഷമൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ ചാർത്തി കൊടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുമുണ്ട്. കാരണം എല്ലാ മേഖലയിലും ഈ പറയുന്ന ലോകത്തുടനീളം പരിശോധിക്കുമ്പോൾ 1 കോടിക്ക് അടുത്ത് വരുന്ന ജനസംഖ്യയുള്ള ഇവര് ഏതാണ്ട് 100 പേരിൽ 75 പേരും അവരായിരിക്കും. നമ്മൾ പരിശോധിക്കുമ്പോൾ നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരെ പരിശോധിക്കുമ്പോൾ ഈ 10 പേരുണ്ടെങ്കിൽ 7 പേര് അവരായിരിക്കും. ശാസ്ത്രജ്ഞന്മാരെ പരിശോധിക്കുമ്പോൾ അവരായിരിക്കും. ലോകത്തെ കോടീശ്വരന്മാരെ പരിശോധിക്കുമ്പോൾ അവരായിരിക്കും. അപ്പം ജൂതൻ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മഹാസംഭവം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞു വന്നതിനകത്തും തെറ്റിപ്പോയി. അപ്പം ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ എംബസികൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പൗരന്മാരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ട സംരക്ഷണങ്ങൾ എല്ലാ രാജ്യത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംവിധാനം ഇന്ത്യയിലും ഉണ്ട്.